ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചൂടൊഴിച്ച് ബാക്കിയൊന്നും കുഴപ്പമില്ല. ചൂടാണ് സഹിക്കാൻ പറ്റാതെ. ഒമ്പതാം തീയതി, അപ്പോൾ ഞങ്ങൾ 7-ാം തീയതി തലേ ദിവസം അവിടെ ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗാനമേളയൊക്കെ കണ്ട് വന്നിട്ടാണ് കേട്ടോ പച്ചക്കറിയൊക്കെ അരിയാനിരിക്കണത്. 8-ാം തീയതിയാണ് ആമയുടെ പിറന്നാൾ. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവറൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഞങ്ങൾ ഓരോ വർത്തമാനം പറഞ്ഞ് കഷ്ണങ്ങളൊക്കെ അരിയാട്ടോ. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് അരിയണത്. ഏട്ടനെ കാണിക്കാനുള്ള പെർമിഷൻ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചേക്കണം. അപ്പോൾ സദ്യവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ, ആസ് യൂഷ്വൽ, അവിയൽ, ഇഷ്ടു, പിന്നെ കാബേജ് തോരൻ, പപ്പടം, പാലട, പായസം. ഇതാണ് നമ്മുടെ നാളത്തെ മെനു. പിറ്റേന്ന് രാവിലെ അമീനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എണീപ്പിക്കണം കേട്ടോ. ഏട്ടൻ്റെ വീട് ഇവിടെ വെള്ളിത്തിരുത്തിയാണ് കേട്ടോ, മരത്തങ്കോട് വെള്ളിത്തിരുത്തി. അപ്പോൾ വെള്ളിത്തിരുത്തി കുമരംകുളങ്ങര ക്ഷേത്രം നമ്മുടെ ഇവിടെ തൊട്ട് അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് തൊഴാൻ പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അവളെ. അങ്ങനെ കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോകാൻ റെഡിയുണ്ട് കേട്ടോ. അവളുടെ കയ്യിലുള്ള ബലൂൺ ഇന്നലെ ഞങ്ങൾ ഗാനമേളയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മേടിച്ച് കൈ പിടിച്ചതാണ് കേട്ടോ. അങ്ങനെ അവർ അമ്പലത്തിൽ പോയി. എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ അമ്പലത്തിൽ പോയി വന്നിട്ട് ഞങ്ങൾ ചായയും ഇഡ്ഡലിയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്, അത് കഴിച്ചിട്ട് വേണം ഈ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇന്നലെ അരിഞ്ഞു വെച്ച പച്ചക്കറികളാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ. അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങൾ ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കണം. അങ്ങനെ അവർ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. അമ്പലത്തിൽ പായസം വഴിപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം മേടിച്ചിട്ട് വന്നു. ആമയുടെ ഫേവറേറ്റാണ്. ആമയ്ക്ക് ഇന്ന് പലഹാരം, ചായയും ബൂസ്റ്റും ഒന്നും വേണ്ട. ആ പായസമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്ന അവളുടെ. അങ്ങനെ
സദ്യവട്ടങ്ങളൊക്കെ റെഡി കേട്ടോ. അവിയൽ റെഡി, സാമ്പാർ അമ്മയും കേട്ടോ വെച്ചത്. പിന്നെ അവസാനത്തെ പായസമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ഇഷ്ടു റെഡി ആവുന്നുണ്ട്. പിന്നെ ക്യാബേജ് ഉപ്പേരി. അങ്ങനെ വിളക്കത്ത് അതിലൊക്കെ വിളമ്പിയിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കഴിക്കാനിരുന്നു. ആമിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇരുത്താറില്ല, ഇന്ന് പിറന്നാളല്ല. അപ്പോൾ അങ്ങനെ ഇലയിലൊക്കെ ചോറ് വെച്ച് ഇരുത്തി ഇരുത്തിയതാണ്. പക്ഷേ അവൾ പപ്പടം മാത്രമേ കഴിക്കണ്ടായിരുന്നുള്ളൂ. പിറന്നാളിൽ അങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്താണ് ഹസ്ബൻഡിൻ്റെ കുഞ്ഞച്ഛൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് മേമയും മോളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഡേറ്റിന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മെയ് 11-ാം തീയതിയാണ് അവളുടെ ബർത്ത് ഡേറ്റ്. അപ്പോൾ അന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കാം, കുറച്ച് റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനൊക്കെ വിളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആമിയുടെ ഭക്ഷണം കഴിക്കൽ ഇങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാലട പായസം പപ്പടം കൂടി കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ പിറന്നാൾ ആഘോഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ എപ്പിസോഡ്. ബൈ ബൈ.